ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. നമ്മൾ ഐ മേക്കപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് തന്നെ PSCയുടെ ഐ പ്രൈമർ ഇട്ടിട്ടാണ് ബേസ് സെറ്റ് ചെയ്തത്. ഹുഡ ബ്യൂട്ടിയുടെ പാലറ്റിൽ നിന്ന് നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഒരു ക്രീസ് ലൈനിൽ ബേസ് കൊടുത്തത്. പിന്നെ ഒരു ഷിമറി ഐ ഷാഡോ കൊടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ അത് എടുക്കാൻ വിട്ടുപോയി, സോറി. സെറ്റാഫിലിന്റെ മോയ്സ്ചർ എടുത്തിട്ട് നമ്മൾ ബേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്ട്രോപ്പ് ക്രീമാണ് നമ്മൾ ഫോറെവറിന്റെ സ്ട്രോപ്പ് ക്രീമാണ് നമ്മൾ ഹൈലൈറ്റിംഗ് പോയിന്റുകളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നത് കറക്റ്റർ ആണ്. ലൈക്ക് എനിക്ക് നിങ്ങൾക്ക് പിഗ്മെന്റേഷന്റെ പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാം, അത് കവർ ചെയ്യാനാണ് നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ വേറെ സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് കടന്നത് ഫൗണ്ടേഷനിലേക്കായിരുന്നു. മാക്കിന്റെ സ്റ്റുഡിയോ ഫൗണ്ടേഷൻ ആണ്. ഷെയ്ഡ് വരുന്നത് NC42 ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്, അതാണ് അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ കോൺടോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോൺടോറിങ് നല്ല രീതിയിൽ കൊടുക്കേണ്ട ഒരു ഫേസ് ആയിരുന്നു, ബിക്കോസ് എൻ്റെ ഫേസ് നല്ല രീതിയിൽ ചബ്ബിനെസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ നല്ല ലെവലിൽ തന്നെ കോൺടോറിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ഫിനിഷിലാണ് കോൺടോറിങ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഷോപ്പാരലിന്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടാണ്, മീൻസ് എൻ്റെ ഷെയ്ഡിൽ നിന്ന് ഒരു ലിറ്റിൽ ബിറ്റ് ബ്രൈറ്റർ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഹൈലൈറ്റിംഗ് പോയിന്റിൽ റീ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ബേസ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കളർ ഷെയ്ഡ് വരാനായിട്ട് കോൺടോർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈലൈറ്റ് പോയിന്റ് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ലൈറ്റർ ഷെയ്ഡ് ഫൗണ്ടേഷൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈനൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ബ്രഷ് കൊണ്ട് ഒരു ബ്ലെൻഡിങ് കൊടുത്തത്. ലോറ മെഴ്സിയുടെ സെറ്റിംഗ് പൗഡർ, ബനാന പൗഡർ അല്ലെങ്കിൽ ട്രാൻസ്ലൂസന്റ് പൗഡർ എന്ന് പറയുന്ന പൗഡറാണ് ഞാൻ സെറ്റിങ്ങിന് യൂസ് ചെയ്തത്. ഈ ഒരു സ്റ്റെപ്പ് എല്ലാ മേക്കപ്പിലും മാൻഡറ്ററി ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് എന്താ പറയാ സ്റ്റേബിൾ ആയിരിക്കില്ല, അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഒരു സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ എല്ലാ മേക്കപ്പിലും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് അപ്ലിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് സ്കിൻ ടോണിന് എപ്പോഴും ഓറഞ്ച് ടോണിലേക്ക് വരുന്ന ബ്ലഷസ് ആണ് സ്യൂട്ടിങ് ആവുന്നത്. ബ്ലഷിങ് അപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നേരെ പോയത് ഐബ്രോ PSCയുടെ ഓരോ പൗഡർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റീഡു ചെയ്തിരിക്കുകയാണ് ബ്ലഷിങ്, അതും പൗഡർ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, PSCയുടെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫൈനലി നമ്മൾ ചെയ്യുന്നതാണ് ഹൈലൈറ്റിംഗ്. ക്യാരക്ടർ കോസ്മെറ്റിക്സിന്റെ ഹൈലൈറ്റിംഗ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ബിക്കോസ് ചങ്കി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അവിടെ ഇരിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ ബ്രഷ് എടുത്തിട്ട് നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാണുന്നത് ലിപ് ലൈനർ കൊടുക്കുന്നതാണ്. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലിപ് പ്രെപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. അതിന്റെ മീതെ നമ്മൾ ലിപ് ലൈനർ നല്ല രീതിയിൽ വരച്ചു കൊടുത്താണ് ലിപ്പ് നല്ല ഡിഫൈൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോറെവറിന്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ക്യാരക്ടർ കോസ്മെറ്റിക്സിന്റെ ഹൈലൈറ്റർ എടുത്തിട്ട് കുറച്ചും കൂടിയും ഹൈലൈറ്റിംഗ് കൊടുക്കുകയാണ്. ഈ ഒരു ലുക്കിന് ഞാനൊരു ഗ്ലോയി ലുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 2 തവണയായിട്ട് ക്യാരക്ടർ കോസ്മെറ്റിക്സിന്റെ ഹൈലൈറ്റർ കൊടുത്തത് കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുത്ത് തട്ടിക്കളയണം. നെക്സ്റ്റ് നമുക്ക് ഹെയറിലേക്ക് കിടക്കാം. ഹെയർ സ്റ്റൈലിംഗ് ഒരു നമ്മൾ വേരിയന്റ് ഉദ്ദേശിക്കുന്നത് വാട്ടർഫോൾ ടൈപ്പ് ഹെയർ സ്റ്റൈലാണ്. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് അത്. ഏതൊരു ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ബ്ലോ ഡ്രൈ, പിന്നെ ക്രിമ്പിംഗ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ഹെയറിനെ പ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഹെയറിന് നല്ലൊരു വോളിയം ഉണ്ടായിരിക്കും, അതുപോലെ തിക്നെസ്സും ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ സെക്ഷൻസ് എടുത്തിട്ട് വേണം ക്രിമ്പിംഗ് ചെയ്യണമെങ്കിൽ. നെക്സ്റ്റ് 2 പാർട്ടീഷൻസ് ലൈക്ക് ഒബ്ലീക്ക് സ്ലാൻഡിങ് പാർട്ടീഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ബ്രെയ്ഡ്സ് ചെയ്യുന്നത്. അതും പ്രോപ്പർ ബ്രെയ്ഡ്സ് അല്ല, 2 സ്ട്രാൻഡ്സിന്റെ ഇടയിൽ കൂടെ 3rd സ്ട്രാൻഡ് എടുത്തിട്ട് ഒരു ലൂപ്പ് വാട്ടർഫോൾ ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു എന്താ പറയാ, സിമ്പിൾ ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു ലുക്കാണിത്. നെക്സ്റ്റ് നമ്മൾ വാട്ടർഫോൾ സ്റ്റൈൽ ഉണ്ടാക്കുന്നത് എല്ലാ സെക്ഷൻസും വെർട്ടിക്കൽ സെക്ഷൻസ് എടുത്തിട്ട് നമ്മൾ കേൾ ചെയ്തിടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ടോങ് കേൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഹീറ്റ് കൊടുത്താൽ മാത്രമാണ് ഈ കേൾസ്, പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുള്ള എൻ്റെ ഹെയറിലൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ.
സോ നല്ല ഹീറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. വെർജിൻ ഹെയർ ആയതുകൊണ്ട് ട്രീറ്റഡ് ഹെയർ അല്ല, അതുകൊണ്ട് നമുക്ക് നല്ല ഹീറ്റ് കൊടുക്കാൻ പറ്റും. നോ ഡാമേജസ് വിൽ ഹാപ്പൻ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. മേക്കപ്പ് ഫൈനലി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഗിവിങ് എ ഹൈ ഗ്ലോ ഇൻ ഓൾ ഹൈലൈറ്റിംഗ് പോയിന്റ്സ് ആസ് നിങ്ങൾക്ക് കാണാം. ഇതായിരുന്നു ഔട്ട്പുട്ട്. സോ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്.